എങ്ങോട്ടാ പോകുന്നേ? മഞ്ഞുമലയുടെ മുകളിലേക്ക്. ഞങ്ങൾ കുമരകം കാണാൻ പോകുന്നു. ഇത് ഞങ്ങളുടെ കൂടെ ഒരുപാടും കൂടെ ഉണ്ട്. മമ്മിയുണ്ട്, ലൂക്ക ഉണ്ട്, ഇതെന്താ സാറയുണ്ട്, പിന്നെ നമ്മുടെ 2 പിള്ളേരും കൂടെ ഉണ്ട്. അവര് പിന്നെ അവരും കുഞ്ഞാന്റിയൊക്കെ ആ വണ്ടിയൊക്കെ കയറി അല്ലേ. ലൂക്ക ഇങ്ങോട്ടും കയറി. കുഞ്ഞാന്റിയുണ്ട്, കുഞ്ഞാന്റിയും അപ്പവും പിന്നെ അന്നമോളും പിന്നെ ആരല്ല ജോക്കുട്ടനും എന്താ ആ വണ്ടിയെ പോന്നു അല്ലേ. ഞങ്ങളെല്ലാം വൈറ്റ് കാറിൽ. അത് തന്നെ, ഞങ്ങൾ ഈ വണ്ടിയെ പോന്നു. ലൂക്ക എന്നും ആ വണ്ടിയെ പോകുന്നുണ്ട്. ലൂക്കയ്ക്ക് ഈ വണ്ടിയെ പോകാനാണ്. ആ വണ്ടി അല്ലാത്ത വേറെ ഏത് വണ്ടിയെ പോയാലും ലൂക്കയ്ക്ക് ഇഷ്ടമാ. ലൂക്കയ്ക്ക് സന്തോഷമാ. അതുകൊണ്ട് അതെ, ഈ വണ്ടിയൊന്നല്ല, ആ വണ്ടി ഒഴികെ വേറെ ഏത് വണ്ടിയാണേലും അവന് സന്തോഷമാ. അതുകൊണ്ട് ലൂക്ക ഈ വണ്ടിയെ വന്നു അല്ലേ. ലൂക്ക കാഴ്ചകൾ കാണുകയാണ് അല്ലേ. ലൂക്കയ്ക്ക് കൂട്ടായിട്ട് സാറയുണ്ട് അല്ലേ. അവരൊക്കെ നമ്മൾ ഇട്ടേച്ച് ആ വണ്ടിയിൽ പോയല്ലേ. സാറ, അന്നമോളും ജോയും അല്ലേ. കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിള്ളേർക്കുള്ള സാധനങ്ങളല്ലേ കൂടുതലും. ഇതെന്താ ഇത്? അതെ, ബിസ്ക്കറ്റ് മാത്രം മതി. അതൊന്ന് അതെ. ചെറിയ ബില്ലല്ലേ. അതെ അതെ, ഞങ്ങൾക്കൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾക്കൊന്നുമില്ല. നമ്മൾ എവിടെയാണ് വന്നത്? നമ്മൾ ഗ്രാൻഡിൽ വന്നിരിക്കുവാണ്. മമ്മി എന്താ മമ്മി ഓർഡർ ചെയ്യുന്നത്? ഓക്കെ, ഭൂരിഭാഗവും ഇവിടെ ബിരിയാണിയാണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്യുന്നത്. ബിരിയാണി അല്ലാത്തവർ ഇവിടെ ഉണ്ടോ? അല്ല, നിങ്ങൾ ബിരിയാണി അല്ലാതെ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടോ? ഓക്കെ, അവർ വേറെ എന്തെങ്കിലും കൂടെ ഓർഡർ ചെയ്യും. സ്മോക്ക് താഴെയുണ്ട്. താഴെ നമുക്കൊരു ബബിൾസ്. കിഡ്സ് പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. പക്ഷെ പാർക്കിംഗ് അല്ല, കിഡ്സ് പാർക്ക് ഏരിയ ഉണ്ട് കേട്ടോ. നോക്കത്തെ ബിരിയാണി കഴിച്ച ക്ഷീണത്തിൽ ഉറങ്ങി പോവായിരുന്നു. ഞാൻ എത്തി പാർക്കൊക്കെ കാണിച്ചപ്പോഴാണ് എണീറ്റ്. അങ്ങനെ വെക്കേഷൻ സ്റ്റാർട്ടഡ്. അതെ, 2 ദിവസത്തേക്ക്. അതെ, 2 ദിവസത്തേക്ക് വെറുതെ ചുറ്റാൻ വന്നു. അതെ, വെറുതെ അടുക്കള അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നമല്ല. മമ്മിയുടെ 2 മക്കളിൽ ആരാ അടുക്കള കയറുന്നേ? ഒന്ന് രണ്ടുപേരും കേറുന്നുണ്ട്. പക്ഷെ ഇതെന്തായാലും കേറുന്നില്ലെന്ന് എനിക്കറിയാം. കഷ്ടം. 3 മക്കൾക്ക് തീറ്റ 3 നേരം എല്ലാം കൊടുത്ത് പിന്നെ അതല്ല, അടുക്കള മാത്രമല്ല നമ്മുടെ പണി. അതുകൊണ്ടാണ് പ്രശ്നം. വേറെ എല്ലാം ഇപ്പൊ കൊറേ പണികളുടെ കൂടെ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറുന്നു. അത്രേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ കുറെ ജോലികൾ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കാണാറുണ്ട്.
സൗണ്ടാണ്. അതെ ഒരെണ്ണം കണ്ടിട്ട് ഞാൻ കഴിച്ചോളാം. ഒരെണ്ണം മാംഗോ ജ്യൂസ്. ജോ പാപ്പ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പിൻപോങ് കളിക്കുന്നു. ഏതാ എന്നാ കളിക്കത്? നീ എന്താ പറഞ്ഞ ചേച്ചിയോട്? ഇതെല്ലാം ഓരോരോ ക്വാർട്ടേഴ്സ് ആത്തതല്ലേ? ഓക്കെ, അവിടെയുണ്ട്. ഇതിന് ചുറ്റും 2 ക്വാർട്ടേഴ്സ് ഉണ്ട്. അവിടെയാണ് ഇൻഫിനിറ്റി പൂൾ, അതിനപ്പുറത്ത് ലേക്കാണ്, വേമ്പനാട്ട് ലേക്ക്. സുന്ദരമായ വ്യൂ അല്ലേ? മമ്മി അങ്ങോട്ട് നോക്കിയാൽ എന്നാ രസം നോക്കിയ വ്യൂ ആണ്. പൂളിൽ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ. ജോയും കുഞ്ഞാറ്റിയും കൂടി പിങ് പോങ് കളിക്കുന്നത്. പിങ് പോങ് എന്താ? അതെ, അത് ഇത് 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 ഇതെന്ത് കളിയത്? അയ്യോ അന്ന, ദാറ്റ്സ് ഗ്രേറ്റ്. സ്വന്തമായിട്ട് സ്വന്തം കോട്ടിലോട്ട് അടിച്ചെടുത്ത 2 പേര്. അത് പറ്റത്തില്ല. കൺട്രോൾ ഇല്ലാതെ ഒന്നിനോ. ടെന്നീസിലേക്ക് മാറി, പിന്നെ ബാഡ്മിന്റണിലേക്ക് മാറി, ദേശം വിട്ട് വേറെ ഒഴിഞ്ഞു പോവാ. അങ്ങനെയല്ല, ഇതൊന്നും എനിക്ക് അന്ന ഇതെന്താ ഇത്? ഒരെണ്ണം അടിച്ച് ബാ നമുക്ക് പോവാ. ഞാൻ റൂമിൽ പോവാ. ഓക്കെ, ഇവിടെ എന്തൊക്കെയുള്ള? ഓ, ഇവിടെ ഇത്ര ഉണ്ട്. അത് ഗംഭീരം റിസോർട്ടിലാണ്. നല്ല ചൂട്. ബിരിയാണി ഉറങ്ങിപ്പോയത്. അപ്പൊ പാർക്കൊക്കെ കാണിച്ച് ഹായ്. അയ്യോ, അവൻ കണ്ടോ? അവൻ കൊറേ ബട്ടർഫ്ലൈ. അതെ, കൊറേ ബട്ടർഫ്ലൈ ഉണ്ട്. ലൂക്കായ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ കാണും. വരുമ്പോ കാണിക്കേ. ലൂക്കായ്ക്ക് ഭയങ്കര ഇഷ്ടം. ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ. തുമ്പിനെ പറയും. ഇങ്ങനെ ഓരോ വില്ല ആയിട്ടാണ്. പൂൾ വില്ല, ഇങ്ങനെ ഓരോ വില്ല നമ്മളിങ്ങനെ അല്ലേ? നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ കാടും മേടും താണ്ടി ഞങ്ങൾ പോവുകയാണ്, വരികയാണ്. കുറച്ച് കഴിയുമ്പോ ഒരു റൂമിലാണ്. റൂം തുറന്ന് ഓടി കേറി വന്ന് അവിടെ ഊരിയിട്ട് കേറി കിടന്നു. സ്ലീപ്പിംഗ് ആണ്. സ്ലീപ്പിംഗ്. അതെ അതെ, ലൂക്ക സ്ലീപ്പിംഗ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എല്ലാ പിള്ളേരും കേറി കിടന്നു. ഓ സിസ്റ്റേഴ്സ്, ഓ ലൂക്കയുടെ സിസ്റ്റേഴ്സ്. അപ്പൊ ഞങ്ങള് മറ്റേ ഞങ്ങളുടെ റൂമുകളൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ഈ വില്ലകളിൽ ഒരെണ്ണം മമ്മി എടുത്തു. 303 ഞങ്ങൾ എടുത്തു. നെക്സ്റ്റ് 302 ആണ് എടുത്തല്ലേ? 302 മമ്മി എടുത്തു. 303 ഞങ്ങൾ എടുത്തു. നെക്സ്റ്റ് നമ്മൾ അടുത്തത്
കുഞ്ഞാൻ്റെയും അപ്പൂക്കളുടെയും നമുക്ക് ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളുള്ള ഒരു പൂൾ, ഒരു വില്ലയിലിട്ട് നമ്മൾ പോകണം. എങ്ങനെയുണ്ട് ജോയ് പ്ലേസ്? എങ്ങനെ? ഗോവയിലാണെന്നോ? അതെങ്ങനെ നീ പറ്റിച്ചോ അവനെ? ഓക്കെ. ആ ഇത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, നൈറ്റിൽ നല്ല രസമായിരിക്കും. ഓക്കെ, നൈസ് പ്ലേസ്. അന്ന എങ്ങനെയുണ്ട് സ്ഥലം? അന്നക്ക് ഇഷ്ടപ്പെട്ടു? കൊള്ളാം അല്ലേ? ഗൈസ്, ഈ വില്ലയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്താണെന്നറിയോ? ഇവിടുത്തെ ടോയ്ലറ്റാ. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ചൂടത്തിരിക്കേണ്ടി വരും മക്കളെ, ചൂടത്തിരിക്കേണ്ടി വരും. കാണിച്ചു തരാം. വാവ്, ഇത് ഓപ്പൺ ഉണ്ടോ? ചൂടാ, പക്ഷെ ഈ നേരത്തെ വെയിലിന് നല്ല ചൂടുണ്ട്. ചൂടുണ്ട്. ഇങ്ങനെ നിൽക്കേണ്ടി വരും അത് ചൂടത്ത്. പൈസ കൊടുക്കുന്നുണ്ടോ? ഏത് ചൂടാ? അതെ, എ സി ഇല്ല ഇതിനകത്ത്, എ സി ഇല്ല. അപ്പൊ ഞങ്ങൾ പൂൾ വില്ലയിൽ ഇറങ്ങിയിരിക്കണ്ട. പൂൾ വില്ല കോൾഡ്. അന്ന് നീ വേണ്ട വേണ്ട. എവിടെ? നിങ്ങക്ക് ചാടാം, കുഴപ്പമില്ല. നിങ്ങൾ ഉടുപ്പ് ഊരിട്ടിട്ടോ എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ. പിന്നെ വെയിലത്തല്ലാണ്ട് പിന്നെ എപ്പെടാ. ഇത് നല്ല ഫോട്ടോജനിക് കേട്ടോ ഈ ലൊക്കേഷൻ. ഒരു രക്ഷയും. ഇത് ഇവിടെയൊന്നും പറയില്ല. അത് ഇവിടുന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, വി ആർ ഇൻ സം അതർ ലാൻഡ്. ഇതുണ്ടോ ഇവിടുന്നുള്ള വ്യൂ നോക്കി? ഇവിടുന്നുള്ള വ്യൂ നോക്കി? ഇല്ലേ? അതെ അതെ, മേളത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ അന്ന നീ അവിടെ